ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വരുന്ന ജൂലൈ 13, അതായത് 13 ജൂലൈ 2025 നമുക്ക് എക്സാം ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പരീക്ഷയുടെ യോഗ്യതാ കാര്യങ്ങളൊക്കെ അറിയാം. 12th ക്വാളിഫിക്കേഷൻ ഉള്ള, അതായത് +2 യോഗ്യതയുള്ള ആർക്കും എന്ത് ചെയ്യാം, മിനിമം ക്വാളിഫിക്കേഷൻ ആണ് 12th യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാം. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരീക്ഷാ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ വരുന്ന 13 ജൂലൈ 2025 നമ്മളുടെ പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് പ്രധാനമായും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയം, ഇതിന്റെ യോഗ്യതകൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത +2 കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. +2 കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ സംശയം എല്ലാവർക്കും വരാറുള്ളത്, ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് സർട്ടിഫൈഡ് കോഴ്സ് ആയിരിക്കണോ? കമ്പ്യൂട്ടർ പരിജ്ഞാനം സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ആണോ വേണ്ടത് എന്നുള്ളതായിരിക്കും. അല്ല, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കലോ അങ്ങനെ ഒന്നും വേണ്ട. പ്രധാനമായും യോഗ്യത എന്ന് പറഞ്ഞാൽ മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. അതായത് ഡിഗ്രി ഉള്ളവർക്കും എന്ത് എഴുതാം, ഈ പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ +2 ആണ് ഏറ്റവും മിനിമം യോഗ്യത. അപ്പോൾ +2 യോഗ്യതയുള്ള അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തതുല്യ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ സാധാരണ ഒരു PSC എക്സാമിനേഷൻ പോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് LDC പരീക്ഷയും നടക്കുന്നത്. LDയുടെ തന്നെ സിലബസ് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് സിലബസിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങളിൽ വലിയ ഭീമാകാരമായ അന്തരമൊന്നുമില്ല. ആകെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ച് മാറ്റമുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ മീഡിയം എന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കും ചോദ്യം. LDC പരീക്ഷ പോലെ തന്നെ മലയാളത്തിലായിരിക്കും എന്ത് വരിക, ചോദ്യം വരിക എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ടോട്ടൽ 100 മാർക്കിനാണ് പരീക്ഷ. 1 മണിക്കൂർ 15 മിനിറ്റ്. സാധാരണ നമ്മുടെ LDCയുടെ പരീക്ഷയുടെ സെയിം ടൈമിങ്ങിലായിരിക്കും ഈ ഒരു പരീക്ഷയും നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പരീക്ഷാ ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ 13, 2025 ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് വരിക. അപ്പൊ വളരെ കുറച്ച് സമയമുള്ളൂ. പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിന്റെ സിലബസ് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 6 പാർട്ടുകളിലായിട്ടാണ് ഇതിന്റെ സിലബസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളത്. അതായത് പാർട്ട് A എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിജ്ഞാനവും കറണ്ട് അഫേഴ്സ്, അതായത് ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും പാർട്ട് 1 വരിക. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ലഘുഗണിതം, മാനസിക ശേഷി, അങ്ങനെയുള്ള യുക്തിചിന്ത, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റീസണിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 2 വരിക. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഇനി പാർട്ട് 4 പ്രാദേശിക ഭാഷ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ മലയാളം, അല്ലെ? മലയാളമായിരിക്കും നമുക്ക് ഇതിനകത്തെ പാർട്ട് 4 വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മലയാളം. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് എഴുതി ശീലിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അല്ലാത്തവർക്ക് ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് കാണിച്ചു തരാം. ഇനി പാർട്ട് 5 നോക്കൂ, ഇവിടെയാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറയുന്ന കാര്യം പരിശോധിക്കപ്പെടുന്നത്. കമ്പ്യൂട്ടർ പരിജ്ഞാനം, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് പരിശോധിക്കുന്ന ചോദ്യങ്ങളായിരിക്കും പാർട്ട് 5 വരിക. പാർട്ട് 6 ആണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം. ഇത് നമ്മൾ മറ്റു പരീക്ഷകളിൽ പഠിക്കുന്നത് പോലെയല്ല. ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ ക്ഷേത്ര കാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ തുടങ്ങിയ ഈ പറയുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സംബന്ധങ്ങളുമായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും പാർട്ട് 6 ചോദിക്കുക. അതായത് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ട് 1, 2, 3, 4, 5 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്താൽ നമുക്ക് പാർട്ട് 1, 2, 3, 4, 5 എന്നീ ഭാഗങ്ങൾ തീരും. പാർട്ട് 6 മാത്രമാണ് ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പാർട്ട് 1 നമുക്കറിയാം പൊതുവിജ്ഞാനവും ആനുകാലിക വിഷയങ്ങളുമാണ് പാർട്ട് 1 നോക്കൂ, അന്തർദേശീയവും ദേശീയവും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും സാമ്പത്തിക സാമൂഹികപരമായിട്ടുള്ള മേഖലകളിലുമൊക്കെയുള്ള ആനുകാലിക വിഷയങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബഹിരാകാശ നേട്ടങ്ങൾ, ഇത്തരം ചോദ്യങ്ങളാണ് അതിന്റെ ഒരു ഭാഗം വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ
സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, വിവര വിനിമയ മേഖലകളിലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ കായിക രംഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ വരാറുണ്ട്. ജേതാക്കൾ, പുരസ്കാരങ്ങൾ, കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാത്തതുമായ ചോദ്യങ്ങൾ അവിടെ നിന്നും വരാറുണ്ട്. പിന്നീട് നമ്മളുടെ ഗതാഗത, റോഡ്, റെയിൽവേ ഗതാഗതം, ജലഗതാഗതം, വ്യോമയാനം, രാജ്യത്തിന്റെ അടിസ്ഥാന വികസനം, സാമൂഹിക നീതി സംബന്ധമായ പുരോഗതി, ഇത്തരം കാര്യങ്ങൾ സംബന്ധമായ ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഗതാഗത മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നീടുള്ളത് ദേശീയ തലത്തിൽ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാര്, അവരുടെ രചനകള്, കഥാപാത്രങ്ങള്, തൂലികാനാമങ്ങള്, ഇത്തരം ചോദ്യങ്ങളാണ് പിന്നീട് ഈ പറയുന്ന ജനറൽ നോളജ്, പൊതുവിജ്ഞാന ഭാഗത്തു നിന്നും വരാറുള്ളത്. പിന്നീട് ഇന്ത്യയിലെ വിശിഷ്യ പ്രധാനമായും എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ പ്രധാനമായും കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, അതുപോലെ ലക്ഷ്യവും പ്രയോജനവും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, ഇത്തരം സംബന്ധമായ കാര്യങ്ങൾ. ഇന്ത്യയിലെ എന്ന് പറയുന്നുണ്ട്, എടുത്തെന്തും പറയുന്നുണ്ട്, കേരളത്തിലേതെന്നും എടുത്തു തന്നെ പറയുന്നുണ്ട്. ഓക്കെ. ഇനി സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും, സിവിക്സ്, സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും, മന്ത്രിസഭ, മന്ത്രിമാരെ, വകുപ്പ്, ചീഫ് സെക്രട്ടറി, വിവിധ സർക്കാർ വകുപ്പുകൾ, വകുപ്പ് സംബന്ധമായിട്ടുള്ള നടപടികൾ, പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുള്ളത്. ഇനി സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, അത് വിദ്യാഭ്യാസം, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരിക. ഓക്കെ. പിന്നീട് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നീട് പൊതുവിജ്ഞാനത്തിൽ കണ്ടുവരുന്നത്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഇന്ത്യയുടെ ഭരണഘടനാ സംബന്ധമായ ചോദ്യങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന, ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനാ സംബന്ധമായ ജനറൽ നോളജുകൾ നമുക്ക് പഠിക്കണം. പിന്നെ ഐക്യരാഷ്ട്രസഭ, അതിന്റെ പിറവി, ലക്ഷ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം, അതേപോലെ തന്നെ അടിസ്ഥാന തത്വങ്ങൾ, അംഗരാജ്യങ്ങൾ, അങ്ങനെ UNO ആയിട്ട് ബന്ധപ്പെട്ട, അതായത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അതായത് ലോകസമാധാനം പാലിക്കാനായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ രംഗപ്രവേശവും, അതിനുശേഷം ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ബോഡികൾ, അതിനകത്ത് കീഴിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ, അത് പിന്നീട് ഇന്ത്യയിലെ രാജ്യങ്ങൾക്കിടയിൽ സംബന്ധിതമായി അത് ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ പ്രധാനമായും പഠിക്കുക. അതിനകത്ത് ഐക്യരാഷ്ട്ര ദിനം, ആഘോഷങ്ങൾ, അന്താരാഷ്ട്ര കൂട്ടായ്മകൾ, കോമൺവെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കണം. നോക്കൂ. പിന്നെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും അതിന്റെ ഘടനകൾ, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധമായ ചോദ്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ. സാമൂഹ്യ നന്മ, സുരക്ഷ, സാമൂഹിക ഭദ്രത, സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പൊതുവിജ്ഞാനത്തിൽ പഠിക്കാനുണ്ട്. ഇനി അഴിമതി നിരോധന സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ, പദ്ധതികൾ, സ്കീമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും പഠിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ആഗോളതാപനം എന്നൊക്കെ തന്നെ എടുത്തു തന്നെ പറയുന്ന വിഷയങ്ങളുണ്ട്. ഓസോൺ പാളിയുടെ ശോഷണം, കാരണങ്ങൾ, മുൻകരുതലുകൾ, അങ്ങനെ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എടുത്തു തന്നെ പറയുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വനങ്ങൾ, വനങ്ങളുടെ പ്രാധാന്യം, പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ, വിവിധതരം വനങ്ങൾ, ഉഷ്ണമേഖലാ വനം, അങ്ങനെയുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ ജോഗ്രഫി സംബന്ധമായ ഭൗമശാസ്ത്രപരമായ ചോദ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നീട് റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച ട്രാഫിക് നിയമ ലംഘനങ്ങൾ, റോഡ് സുരക്ഷാ സംബന്ധമായ അറിവുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിലെ ഭൂമിശാസ്ത്രം, അതായത് കേരള ജോഗ്രഫിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാചീന കേരളം, മധ്യ കേരളം, അടിസ്ഥാന വിവരങ്ങൾ, പ്രാചീന കേരളത്തെക്കുറിച്ചും മധ്യ കേരളത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ എവിടെ കേൾക്കുന്നില്ല, നമ്മൾ LD-യിലോ 12th ലെവൽ പരീക്ഷകളിലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ ഇതൊരു 12th ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയാണ്. പക്ഷേ PSCയുടെ 12th ക്വാളിഫിക്കേഷൻ നമുക്ക് ഈ പറയുന്ന പ്രാചീന കേരളം, മധ്യ കേരളം എന്നിങ്ങനെ എടുത്തൊരു കാര്യം പഠിക്കാനായിട്ടൊന്നും നമുക്കില്ല. ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ഇനി നോക്കൂ. ആധുനിക കേരളത്തിൽ നമ്മൾ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് കേരള സംബന്ധമായ, അതായത് കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനവും യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചും അവിടെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖലയിൽ വന്നിട്ടുള്ള പുരോഗതികൾ, കൈവരിച്ച നേട്ടങ്ങൾ, അത്തരം കാര്യങ്ങൾ അവിടെ പഠിക്കണമെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നു. ഇനി നോക്കൂ.
നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സാമൂഹിക പരിഷ്കരണങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് എടുത്തു തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇവിടെ ആധുനിക കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളെ കുറിച്ചും പഠിക്കുമ്പോൾ ഇവിടെ എടുത്തു തന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെ നടന്നു. ഓക്കെ, ദേശീയ പ്രസ്ഥാനം എങ്ങനെ നടന്നു. ഇനി ഐക്യ കേരളം, കേരളം എന്ന് പറയുന്ന മലയാളം സംസാരിക്കുന്ന മേഖലയെ ഏകീകരിച്ചുകൊണ്ട് ഐക്യ കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ സയൻസ്, അതേപോലെ ആനുകാലിക വിഷയങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാം, ഇത്രയും വായിച്ചു പഠിക്കുന്നതിന് ഞാൻ എടുത്തു പറയാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക്, പൊതുവിജ്ഞാനം. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലഘുഗണിതം, സിമ്പിളി നമ്മുടെ 12th ലെവലിന്റെ ഒക്കെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അംശബന്ധം, അനുപാതം, ശതമാനം, കൂട്ടുപലിശ, അങ്ങനെയുള്ള ജാമിതീയ രൂപങ്ങൾ, ദിശാബോധം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ നിന്നും വരുന്ന ശതമാനം, ശരാശരി, ഇത്തരം ചോദ്യങ്ങൾ. ശരാശരി കണ്ടെത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുപലിശ കണക്കാക്കുക, അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇംഗ്ലീഷിനകത്ത് നോക്കി ടെസ്റ്റിംഗ് സ്കിൽ ഓഫ് കോംപ്രിഹെൻഷൻ, സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. പാസേജ് തന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക, അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ. ടെസ്റ്റിംഗ് എലമെന്റ് ഓഫ് ലാംഗ്വേജ് സംബന്ധമായ ചോദ്യങ്ങളുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റിംഗ് സ്കിൽ ഓഫ് കോംപ്രിഹെൻഷൻ, സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. ഒരു വലിയ പാരഗ്രാഫിൽ ഒരു വലിയ ആർട്ടിക്കിൾ തരുന്നു, അതിനെ സംബന്ധമായ ചോദ്യങ്ങൾ വരിക. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് തന്നെ വരുന്നതാണ് എന്ത്? ലാംഗ്വേജുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ പരിശോധിക്കൽ. അതിനകത്ത് വൊക്കാബുലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ആന്റോണിമസ്, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്. പിന്നെ ഗ്രാമർ ഭാഗത്ത് നോക്കിയാൽ ടെൻസ് ഉണ്ട്, കോൺവേർഡ് ഉണ്ട്, അല്ലെ, പ്രിപ്പോസിഷൻ ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓഫ് സെറീസ്, ഇത്തരം ഇംഗ്ലീഷിൽ നിന്നും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചസ്, അങ്ങനെ വൊക്കാബുലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഇനി പ്രാദേശിക മലയാളം, അല്ലെ, വാക്യത്തിന്റെ അന്വയം, പൊരുത്തം, വ്യാകരണം, അത്തരം സംബന്ധമായത്. പിന്നെ ലിംഗം, പുരുഷം, വിഭക്തി, വചനം, ഇത്തരം മലയാളത്തിന്റെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു PSC പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അത് നമ്മൾക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അറിയാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കാവുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അവിടെയും ചോദിക്കുന്നത്. പിന്നെ നോക്കിയാൽ ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ. അത് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തി, പ്രാധാന്യം, കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അവിടെ നടക്കുന്ന പ്രത്യേകതരം അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കണം. പിന്നെ ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്ര കലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, അവയുടെ സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ തുടങ്ങി അത്തരം ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളായിക്കോട്ടെ, ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്. പിന്നെ അവിടെ രണ്ടാമത്തെ ഭാഗത്ത് വരുന്ന കാര്യമാണ് വിവിധ ദേവസ്വം ബോർഡുകൾ. ദേവസ്വം ബോർഡുകളുടെ ഉത്ഭവം അല്ലെങ്കിൽ ആവിർഭാവം എങ്ങനെയായിരുന്നു, നിലവിൽ ശ്രേണീ ക്രമീകരണവും ക്ഷേത്രഭരണവും നടത്തുന്നു, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്താണ്, അതിന്റെ എന്ന് സ്ഥാപിക്കപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണങ്ങളും എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾക്ക് സിലബസിൽ കാണാം. ടോട്ടൽ 100 മാർക്കിനാണ് ഇതെല്ലാം കൂടി ചോദിക്കുക. അതായത് 1 മണിക്കൂർ 15 മിനിറ്റിൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പൊ ഇത്രയും വിശാലമായൊരു സിലബസ് ആണ്. ഭയങ്കര കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നും. ഇത്രയും വലിയ സിലബസ് ഒക്കെ ഉണ്ടോ, ഇത്രയൊക്കെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ പേടിയൊന്നും വേണ്ട. നമ്മൾ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി പഠിച്ചു വരുന്ന കാര്യമാണ്. കുറച്ച് കാര്യങ്ങളെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇനി അധിക സമയമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇതിന് തയ്യാറെടുക്കണം. അപ്പോൾ ഇതിന് തയ്യാറെടുക്കാനായി ഉള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ സൈലം PSCയുടെ ദേവസ്വം ബോർഡിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ സൈലം PSCയുടെ ദേവസ്വം ബോർഡ് ബാച്ചിലേക്ക്, അതായത് ഈ പറഞ്ഞ പൊതുവിജ്ഞാനവും സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേവലം 999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ലഭിക്കും, ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഇനി
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, സ്പെഷ്യൽ ടോപ്പിക്ക് വേണ്ടി മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമായും ഒരു ബാച്ച് ഉണ്ട്. അതിന് 499 രൂപയുമാണ് നമ്മുടെ കോഴ്സ് ഫീസ് ആയിട്ട് വരുന്നത്. 6 മാസം അല്ലെങ്കിൽ പരീക്ഷാ കാലാവധി വരെ ആയിരിക്കും നിങ്ങളുടെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഫുൾ ബാച്ചും ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടുള്ള ബാച്ചും നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അധിക സമയമില്ല, ഒരുപാട് ആലോചിച്ച് സമയം കളയേണ്ട, വളരെ ചെറിയ ഫീസിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു LD ജോലി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഈ ഒരു LD ക്ലർക്ക് പരീക്ഷയിലേക്ക് വരാനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ നല്ലൊരു തീരുമാനമെടുക്കൂ. വളരെ പെട്ടെന്ന് തന്നെ മനോഹരമായൊരു ജോലി കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബോർഡ് നമ്പറുമായി ബന്ധപ്പെടാം. 999500 ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. ഫോർ എൻക്വയറിക്ക് നിങ്ങൾക്ക് അതിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോർഡ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എത്രയും വേഗം പെട്ടെന്ന് തന്നെ എല്ലാവരും ബാച്ചിലേക്ക് പോകുന്നോളൂ. നമുക്ക് കിട്ടിലോസ്കി ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.